ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. Recall pi is defined as the ratio of the circumference, say C, of a circle to its diameter d. That is pi equal to C by d. This seems to contradict the fact that pi is irrational. How will you resolve this contradiction? അതായത് പൈ എന്ന് പറയുന്നത് നമ്മളുടെ സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ ആണെന്ത് പൈ എന്ന് പറയുന്നത്. പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഏതൊരു സർക്കിളിന്റെ സർക്കംഫറൻസിനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇറ്റ്സ് 3.14 സംതിങ് ലൈക്ക് ദാറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പൈ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതൊരു റാഷണൽ ആണെന്നുള്ളത് നമ്മൾ എങ്ങനെ പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. പൈനെ നമുക്ക് സി ബൈ ഡി ഒരു റാഷണൽ നമ്പർ ആണെന്ന് സങ്കല്പിക്കുകയാണ്. ഇത് എപ്പോഴാണ് ഒരു റാഷണൽ ആവുക? അതായത് പൈ ഈക്വൽ ടു സി ബൈ ഡി റാഷണൽ ആവണമെന്നുണ്ടെങ്കിൽ സിയും ഡിയും റാഷണൽ ആവണം. ഓക്കെ, വെൻ സി ആൻഡ് ഡി ആർ റാഷണൽ നമ്പേഴ്സ്, പൈ ഈസ് റാഷണൽ നമ്പർ. പക്ഷേ ഈ സി ആൻഡ് ഡി എന്ന് പറയുന്ന സാധനം എപ്പോഴും നമുക്കൊരു റാഷണൽ നമ്പർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. സി ആൻഡ് ഡി വി കാൽക്കുലേറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി എ റാഷണൽ നമ്പർ ആൻഡ് either സി ഓർ ഡി ഓർ ബോത്ത് ക്യാൻ ബി റാഷണൽ നമ്പർ. ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ഡി, അല്ലെങ്കിൽ രണ്ടും എന്താകാൻ പറ്റും? ഇറാഷണൽ ആവാൻ പറ്റും. ആയിക്കൂടെ? സിയോ ഡിയോ അല്ലെങ്കിൽ സിയും ഡിയും എന്തായിക്കൂടെ? ഇറാഷണൽ ആയിക്കൂടെ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സി ബൈ ഡി എപ്പോഴും നമുക്ക് റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു റാഷണലെ ഇറാഷണൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇറാഷണൽ ആണ് കിട്ടുക. ഓക്കെ, ഒരു റാഷണലിനെ ഇറാഷണൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇറാഷണൽ കിട്ടും. അപ്പോൾ പൈ എന്ന് പറയുന്നതിന് നമുക്ക് എന്താക്കാൻ പറ്റും? ഇറാഷണൽ ആക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് പൈ എന്ന് പറയുന്ന സാധനം ഇറാഷണൽ ആണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും എന്ത് ചെയ്താൽ ഓർത്തിരിക്കുക. ഓക്കെ.